ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഇതിന് മുമ്പത്തെ പരീക്ഷയില്ലായിരുന്നു, അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ മാർക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ബേസിക് സയൻസിന് 10ൽ 8 മാർക്കുണ്ട്, മാത്സിന് 10ൽ 10 ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയത് വേറെ വിഷയമൊന്നും എനിക്ക് തന്നിട്ടില്ല, വേറെ വിഷയമൊന്നും തന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഒരു സ്റ്റഡി വ്ലോഗാണിത്. അപ്പം ഞാനിന്ന് പരീക്ഷ പേപ്പറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ മോഡൽ എക്സാം ഇല്ലേ, അതിൻ്റെ പരീക്ഷ പേപ്പേഴ്സ് എനിക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു പ്രിൻ്റ് എടുത്തുകൊണ്ട് വരുമ്പോൾ അടുത്ത പാർട്ട് കാണിക്കാമെന്ന്. അപ്പോൾ പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനിയും അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ വിഷയമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യമായിട്ട് ഏത് വിഷയമാണെന്നറിയാമോ? നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷനാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെത്. ഇത് കണ്ടോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഇതാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിക്കണം, ഞാൻ പഠിച്ചില്ലായിരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷൻ പഠിക്കാനുണ്ട്. ട്യൂഷനിൽ പോയിരുന്നു. ഇതൊക്കെ ഇനി പഠിച്ചു നോക്കണം ഗായ്സ്. വീട്ടിലിരുന്നും പഠിച്ചു നോക്കണം, ട്യൂഷനിൽ പോയിരുന്നും പഠിച്ചു നോക്കണം. അപ്പോൾ ഈ ഒരൊറ്റ പേപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആകട്ടെ ഇത്രയും. അത് ടീച്ചറെ ഇട്ട് തന്നെയാണ്. ഇതെല്ലാവരും പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവർ പ്രിൻ്റ് എടുക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഉമ്മീനോട് പറഞ്ഞപ്പോൾ ഉമ്മി ആന്നും നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ, ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഏതാണെന്ന് വെച്ചിട്ട്, പിന്നത് എനിക്ക് 10ൽ 10 കിട്ടിയ വിഷയമാണ് മാത്സ്. കണ്ട ഗൈസ്, മാത്സ് ആണ്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് 5 മാത്സ് ആണ്. കാണിച്ചത് മാത്സ് എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ചൊക്കെ ഉള്ളൂ. മാത്സ് എനിക്ക് ഭയങ്കര ഈസിയാണ്. മാത്സിൻ്റെ ഒക്കെ മലയാളമാണ് എനിക്ക് ഏറ്റവും പാടുള്ള വിഷയം. അപ്പം നിങ്ങൾക്ക് പാടുള്ള വിഷയം കമൻറ്റ് ചെയ്യണവേ. എല്ലാവർക്കും മലയാളമായിരിക്കും പാട്, കാരണം മലയാളം ഇത്തിരി പാടാണല്ലേലും മലയാളമാണ് ഇത്തിരി പാടാണ്. ഇതാണ് ഒരു മാത്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ. പിന്നെ എൻ്റെ ബേസിക് സയൻസിൻ്റെയാണ് പിന്നെ ഞാൻ എടുത്തത്. ബേസിക് സയൻസ് അത്യാവശ്യം എനിക്കറിയാം. ബേസിക് സയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ടെസ്റ്റിലുള്ള പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ട ഗൈസ്, അടുത്തത് കാണിച്ചത് ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദിയൊക്കെ ഉണ്ട് ഗൈസ്. ഹിന്ദി 5ാം ക്ലാസ് തൊട്ടല്ല തുടങ്ങിയത്, എനിക്ക് 4ാം ക്ലാസ് തൊട്ടുണ്ടായിരുന്നു ഹിന്ദി. നിങ്ങൾക്ക് എത്രാം ക്ലാസ് തൊട്ടാണ് ഹിന്ദി തുടങ്ങിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ കുറേ പേര് എൻ്റെ ചാനലിൽ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് ചോദിക്കാനായിട്ട് കുറേ നാളായിട്ടൊരാഗ്രഹമായിരുന്നു. അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ്, ലൈക്ക് ഇതൊക്കെ ചെയ്യാത്ത എന്താണ് ഗൈസ്? അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്താൽ എനിക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് ആവത്തുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മുടെ ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദീൻ്റെത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ? ഹിന്ദീൻ്റെത് ഈസി ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് കണ്ടപ്പം ഈസി ആയിട്ട് തോന്നി. ഞാൻ പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇതൊക്കെ. മറന്നു പോയതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പോയത് കൊണ്ട് ഈസിയാണ്. കണ്ട ഗൈസ്, പിന്നെ കണ്ട, ഇതാണ് ഹിന്ദീൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ അടുത്തത് ഗൈസ്, പിന്നെ എനിക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാന മലയാളം അടിസ്ഥാന പാഠാവലിയാണ്, അതായത് പാർട്ട് 2വിലെയാണ്. ഇത് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരുന്നു. അപ്പോൾ അവരുടെ ഞങ്ങളുടെ ട്യൂഷനിൽ തന്നെ മോൻ ഏത് സ്കൂളാണ് എനിക്കറിയില്ല. അപ്പം അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തായിരുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അവിടെ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നത്. ഇതിൽ തന്നെ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഓർത്ത്, കാരണം ഇതല്ലെങ്കിലുണ്ട്. അപ്പം ട്യൂഷനിലെത്താൻ ഞങ്ങൾ രണ്ടും ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ. അപ്പോൾ ഗൈസ്, ഇത് കേരള പാഠാവലി ഫസ്റ്റ്, മലയാളം ഫസ്റ്റാണിത്. ഇതിന് ഇങ്ങനെയൊക്കെയാണ്. എല്ലാത്തിലും വായിക്കാം എഴുതാം എന്നാണ് ആദ്യം കൊടുക്കുന്നത്. മലയാളത്തിലല്ലെങ്കിലും എപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. നമുക്കിപ്പോൾ പ്രാന്ത് വരും, എന്തുവാന്ന് പോലും
മനസ്സിലാക്കില്ല, ആ ഒരു അവസ്ഥയായിരിക്കാം. അതായത് അപ്പോൾ ഇതൊക്കെ വായിക്കാൻ അറിയണം ഗൈസ്, അല്ലാതെ ടീച്ചർമാർ വായിച്ചു തരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ വായിച്ചു തരുമായിരിക്കും, ചിലപ്പോൾ വായിച്ചു തരത്തില്ല ഗൈസ്. പിന്നെ നമ്മുടെ അതേ സോഷ്യൽ സയൻസ് ആണ്, അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് സോഷ്യൽ സയൻസ്. ഇത് കണ്ട, ഇത് ഒന്നാമത്തത്, ഇതിൻ്റെ ബാക്കിലില്ല. നെക്സ്റ്റ് പിന്നെ ദേ ഇതാണ് വന്നിട്ടുള്ളത്. ഇത് കഴിയുമ്പോൾ നമ്മുടെ എങ്ങനെ, ഇതൊരു ബുക്ക് രീതിയിലാണ്, ഈ ഒരു പ്രിൻ്റ് മാത്രം ബുക്ക് രീതിയിലാണ്. ടീച്ചർ ഇട്ടുതരുന്ന പോലെയാണ് ഞാൻ എൻ്റെ മുമ്പിൽ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നത്. ടീച്ചർ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇട്ട് തന്നത്. അപ്പോൾ ഗൈസ്, പരീക്ഷ പേപ്പറല്ല ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, കമൻറ്റ്, ഷെയർ, ലൈക്ക് എല്ലാം ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ആരും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.